ലച്ചുവിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യണേണ്ടിട്ട് രാവിലെ എണീറ്റ് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. ദോശയും സാമ്പാറും. അപ്പം കഷ്ണങ്ങളും പരിപ്പും കായവും ഒക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ വേഗം വെണ്ടയ്ക്കൊക്കെ നുറുക്കി, അതായത് വെണ്ടയ്ക്ക ഒപ്പിട്ട കുഴഞ്ഞു പോകില്ല. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, തക്കാളി വെണ്ടക്കായ ഒക്കെ ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതേ ലച്ചുവിന് ഇന്ന് ലഞ്ചായിട്ട് കൊടുത്തു വിടണം ദോശയാണ് കേട്ടോ, ദോശയും സാമ്പാറും കൂടെ. അങ്ങനെ ലച്ചുവിനെ പറഞ്ഞു വിട്ട ശേഷം ഞാൻ വേഗം കുളിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് വന്നു കേട്ടോ. കുറേ ആയി അമ്പലത്തിലൊക്കെ ഒന്ന് വന്നിട്ട്. പിന്നെ വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാനൊരു ചോക്ലേറ്റ് എടുത്ത് അങ്ങോട്ട് കഴിച്ചു. ഞാൻ ടി വിയും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എന്താ സ്ക്വിഡ് ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ലച്ചുവിൻ്റെ സ്റ്റഡി ടേബിൾ ആകെ ഇതായിട്ട് കിടക്കരുത്. അപ്പം ഞാൻ വലിച്ചു വാരി ഇട്ടതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് ഒതുക്കി, ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പം എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം ഇത് ലച്ചുവിൻ്റെ ഞാനിത് എനിക്ക് തോന്നുന്നു 2 കൊല്ലോട്ടേ കേട്ടോ ഞാനിത് അവൾക്ക് മേടിച്ചു കൊടുത്തിട്ട്. സ്റ്റാമ്പാണ്, ഇതെല്ലാം സൂക്ഷിച്ച് വെക്കിട്ട്. എന്ത് സാധനം അടുക്കി പെറുക്കി വെക്കാൻ അറിയില്ല, ഇതെല്ലാം കേടാക്കാതെ സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. അതിന് കുഞ്ഞുമ്മ ന്യൂ ഇയറിന് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. ഇത് നല്ല രസമാണ്, ക്രഞ്ചീസും ബുഷും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഓരോ കളറിലാക്കി എടുത്ത് വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സേതേട്ടൻ വന്ന് ഓരോ വർത്താനം പറയുന്നുണ്ടായി. സേതേട്ടൻ അറിയുണ്ടായില്ല ഞാൻ വീഡിയോ എടുക്കണ കാര്യം കേട്ടോ, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതെല്ലാം ഒതുക്കി പെറുക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലച്ചു ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ബലൂണിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ അത് ഡെൻ്റൽ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എപ്പോഴും കിട്ടണം ഇങ്ങനത്തെ ലച്ചുൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ സ്മൈലി എത്ര പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്, അത്രയും സ്മൈലി ലച്ചുൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഒരു സ്മൈലി കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആലോചിക്കുക എന്താ ചെയ്യേണ്ടത്, കാരണം കുറേ ഇങ്ങനെ കിടക്കണമെന്ന് നമുക്ക് ആകെ ഇതാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പേന നല്ല ഭംഗിയാണ്, അത് നമുക്കിങ്ങനെ കളർ മാറ്റി ഉപയോഗിക്കാൻ പറ്റിയൊരു പെന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിൻഡർ ജോയുടെ ഒപ്പം കിട്ടിയ ടോയാണ്. അങ്ങനെ കുറേ കിൻഡർ ജോയ് അതൊക്കെ കളയും. പിന്നെ ഇത് നല്ല അടിപൊളി റബ്ബറാണ് കേട്ടോ. ഒരു സ്പിന്നർ പോലെയാണ് ഇരിക്കണമെങ്കിലും ഞാനിങ്ങനെ തിരിച്ചു നോക്കാൻ നേരത്തെ അത് പറ്റണുണ്ടായിരുന്നില്ല. ഇതെല്ലാം മേടിച്ചു വെക്കെങ്കിലും ലച്ചു ഇതൊന്നും ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ, സൂക്ഷിച്ചെടുത്ത് വെക്കും. അത് കഴിഞ്ഞത് എൻ്റെ വളയോടൊപ്പം ഉള്ളൊരു ജിമ്മിക്കായിരുന്നു കേട്ടോ. അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും. ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കുമ്പോഴാണ് കേട്ടോ ഞാനിതൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാം ലച്ചു വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ ലച്ചു ഇതുപോലെയൊന്നും വെക്കൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞത് നമ്മളന്ന് ഫോട്ടോ വെച്ചിട്ട് പോയപ്പോൾ വാങ്ങിയൊരു കണ്ണട ഉണ്ട്. നമുക്ക് അതിൻ്റെ കളറിൻ്റെ മോഡുലേഷനൊക്കെ ഇങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും. അത് ക്യൂട്ടായിട്ടുള്ളൊരു കട്ടറാണ് കേട്ടോ, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇത് തുറക്കാം, നമുക്ക് വേസ്റ്റൊക്കെ കളഞ്ഞ് വീണ്ടും അടച്ചൊക്കെ വെക്കാം കേട്ടോ. അപ്പം അടിപൊളിയാണ്. ഇത് അലങ്കാരിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ സ്കെച്ച് പെൻ, ഔട്ട്ലൈൻ പെൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം അടുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഒരു പണി ഏകദേശം തീരും. കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് വൃത്തിയാക്കിയെന്നുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.